എഡിറ്റോറിയൽ 2020 ഡിസംബർ 5 ശനി. കർഷകരെ തോൽപ്പിക്കാൻ പതിവ് കുതന്ത്രങ്ങൾ മതിയാവില്ല. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന സമരം കൂടുതൽ തീക്ഷ്ണമാവുകയാണ്. സമരക്കാരുമായി വ്യാഴാഴ്ച കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ നടത്തിയ ചർച്ച എവിടെയുമെത്താതെ അടിച്ചുപിരിഞ്ഞു. തങ്ങൾക്കു വേണ്ടി തയ്യാറാക്കി വെച്ച ചായയും ഭക്ഷണവും കഴിക്കാതെയാണ് കർഷക നേതാക്കൾ ചർച്ചമുറിയിൽ നിന്ന് തിരിച്ചുപോയത്. ചെപ്പടി വിദ്യകൾ കൊണ്ട് കർഷക സമരത്തെ തകർത്തു കളയാമെന്ന മോദി അമിത്ഷാ ടീമിന്റെ വ്യാമോഹം സഫലമാകുന്നില്ല. പുതിയ നിയമം പിൻവലിക്കുന്നതിൽ കുറഞ്ഞൊരു ഒത്തുതീർപ്പിനും സന്നദ്ധമല്ലെന്നാണ് കർഷക നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരത്തെ കൂടുതൽ തീക്ഷ്ണമാക്കുന്നതിൻ്റെ ഭാഗമായി ഡിസംബർ 8 ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 5 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കാനും സമര സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കർഷക സംഘടനകൾക്ക് പിന്തുണയുമായി ട്രക്ക് ഉടമകളുടെ സംഘടനയും രംഗത്തു വന്നിട്ടുണ്ട്. സമരം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. അവരും കൂടി സമരത്തിനിറങ്ങിയാൽ രാജ്യത്തെ ചരക്കു നീക്കത്തെ തന്നെ അത് ബാധിക്കും. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ പൗരത്വ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു പൗരത്വ സമരത്തിൻ്റെ മുൻപന്തിയിൽ. അതിനാൽ തന്നെ വർഗീയവാദവും ഭീകരതയും ആരോപിച്ച് അതിനെ തകർക്കാനാണ് BJP ഭരണകൂടം ശ്രമിച്ചത്. മുസ്ലിങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ അത് എളുപ്പം ഏശുകയും ചെയ്യും. മുസ്ലിം സ്വത്വത്തെ പ്രകാശിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഈ ചെറുപ്പക്കാർ ഉയർത്തിയതിൻ്റെ പേരിൽ ലിബറൽ ഇടതു സംഘടനകളും സമരത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലെത്തി. എന്നാൽ അത്തരം കൂട്ടുകെട്ടുകളെയെല്ലാം മറികടന്ന് പൗരത്വ സമരം സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും ചടുലമായ ജനകീയ മുന്നേറ്റമായി മാറുകയായിരുന്നു. പൗരത്വ സമരം അതിൻ്റെ 1ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോഴാണ് രാജ്യ തലസ്ഥാനം കർഷക സമരത്തിൻ്റെ ചൂടിൽ അകപ്പെടുന്നത്. പഞ്ചാബിലെ സിഖ് സമുദായക്കാരാണ് സമരത്തിൻ്റെ മുൻപന്തിയിലുള്ളത്. കർഷക നിയമം കൊണ്ട് ഏറ്റവും പ്രയാസമനുഭവിക്കാൻ പോകുന്നവരാണ് അവർ. സമരത്തിലെ അവരുടെ പങ്കാളിത്തം മുൻനിർത്തി സിഖ് തീവ്രവാദ ഖലിസ്ഥാൻ മുദ്ര കർഷക സമരത്തിനുമേൽ പതിപ്പിക്കാൻ മോദി ഭക്ത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്രചാരകരും ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം തീവ്രവാദം പോലെ അത് എളുപ്പം വിറ്റുപോകുന്നില്ലെന്നു മാത്രം. തങ്ങളുടെ സിഖ് സ്വത്വം ഉയർത്തിപ്പിടിച്ചും സമരഭൂമിയിൽ തന്നെ ഗുരുനാനാക്ക് ജയന്തി ആഘോഷിച്ചും സിഖ് പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടുമാണ് അവർ സമരം നയിക്കുന്നത്. കൗതുകകരമായ കാര്യം, ഈ മതചിഹ്നങ്ങൾ സമരത്തിൻ്റെ മതേതര സ്വഭാവം തകർക്കുമെന്ന ഉപദേശവുമായി ലിബറൽ ഇടത് ബുദ്ധിജീവികൾ ആരും ഇതുവരെ രംഗത്തു വന്നിട്ടില്ല എന്നതാണ്. ഉത്തരേന്ത്യയിൽ ജനകീയ സമരങ്ങളെ തകർക്കാൻ BJP ഭരണകൂടം സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന ഉപായങ്ങളൊന്നും കർഷക സമരത്തിൻ്റെ കാര്യത്തിൽ ഏശുന്നില്ല എന്നത് BJP കേന്ദ്രങ്ങളെ ചൊടിപ്പിക്കുന്നുണ്ടാവാം. മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട അടവ്. BJP ഉത്തരേന്ത്യൻ സമൂഹത്തിൽ വ്യാപകമാക്കിയ മുസ്ലിം വിരുദ്ധത ഏശാത്ത സമൂഹമാണ് പഞ്ചാബികൾ. അതിനാൽ തന്നെ ആ പരിപ്പ് അവർക്കിടയിൽ വേവുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് എന്ന മുസ്ലിം സംഘടനയുടെ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലുമായി രാജ്യത്തെ 26 കേന്ദ്രങ്ങളിൽ ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് സംഘടിപ്പിച്ചത് ഒരുപക്ഷെ BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമാവാം. തീവ്രവാദ കഥകൾ പടച്ചുണ്ടാക്കി യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുന്നതിൽ മോദിയോളം മിടുക്കുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഈ നാട്ടിലില്ല എന്നത് സുവിദിതമാണല്ലോ. പോരാട്ടവീര്യമുള്ള മനുഷ്യരുടെ നാടാണ് പഞ്ചാബ്. ഭഗത് സിംഗിന്റെ പാരമ്പര്യമാണ് അവർ പേറുന്നത്. ഡൽഹി അതിർത്തിയായ സിംഘുവിൽ 20 കിലോമീറ്റർ ദൂരത്തോളം നീണ്ടുകിടക്കുന്നതാണ് സമരക്കാരെയും കൊണ്ട് നീങ്ങുന്ന ട്രാക്ടറുകളുടെ നിര എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഴ്ചകളോളം സമരത്തിൽ തുടരാൻ ആവശ്യത്തിന് ഭക്ഷണപദാർത്ഥങ്ങളും മറ്റ് സജ്ജീകരണങ്ങളുമായാണ് അവരുടെ പുറപ്പാട്. ലാത്തിയും ഗ്രനേഡും ഉപയോഗിച്ച് അവരുടെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ല. പഴുകിപ്പുളിച്ച തന്ത്രങ്ങളൊന്നും അവിടെ ചെലവാകില്ല. ഈ യാഥാർത്ഥ്യം എത്രയും വേഗം മനസ്സിലാക്കുന്നതാണ് BJPക്കും രാജ്യത്തിനും നല്ലത്.